Bilal, don't know what to say. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ കുറ്റബോധം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ബിലാൽ, try to understand me. ടീച്ചറിന്റെ കേസ് പ്രൂവ് ചെയ്യേ എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ടീച്ചറിനെ കൊന്നവർ ഇനി ജീവിച്ചിട്ടില്ല. ബാലാജി വേണ്ട. ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ തന്നെ വീണ്ടും പറയും. ബിലാൽ, I have my limitations. എനിക്കതില്ല. ഹലോ, മേയറാണ് സർ. ഞാനിവിടെ ഹെറിറ്റേജ് ഹോട്ടലുണ്ട്. ബാലാജി, എന്താ ഇത്? ഈ സിറ്റി ഇപ്പൊ കുറെ ഗുണ്ടകളുടെ കയ്യിലാ. മേരി ടീച്ചറുടെ കൊലപാതകം, ഇപ്പോ ആ പയ്യൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഞാൻ ഈ സിറ്റി മേയറാ. ഈ നഗരത്തിൽ നടക്കുന്ന ക്രൈമുകൾക്ക് ജനങ്ങളോട് ഞാനാണ് ഉത്തരം പറയേണ്ടത്. സർ, എന്തുകൊണ്ടാ നിങ്ങൾ ആ ബിലാലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് സാർ, അറസ്റ്റ് ചെയ്യുന്നു എവിഡൻസ്. ഞാൻ അന്വേഷിച്ചു. അയാളുടെ വീട്ടിലേക്കാണ് ഗുണ്ടകൾ വന്നത്. They killed his brother. അയാളുടെ ഫാമിലി രക്ഷിക്കാൻ അയാൾ ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് സെൽഫ് ഡിഫൻസ്. പിന്നെ സർക്കാർ തലയ്ക്ക് വിളയിട്ടിരിക്കുന്നവരാ അവിടെ തീർന്നിരിക്കുന്നത്. ഓ, അതിന്റെ അർത്ഥം നിങ്ങൾ ബിലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതെന്റെ ആവശ്യമില്ല സർ. ഈ പണി ചെയ്യാൻ തനിക്കെന്താടോ അവനാണോ കാശ് തരുന്നത്? എനിക്ക് ഈ പണി ചെയ്യാൻ നീങ്ങളുമല്ല കാശ് തരുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ആർ ജസ്റ്റ് ദ മേയർ ഓഫ് ദ സിറ്റി. നാട്ടിലെ മുഖ്യമന്ത്രി അല്ലല്ലോ ഇത്ര വേവലാതിപ്പെട. തെളിവുണ്ടെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. തൽക്കാലം അങ്ങനെ ചെയ്യാനാണ് വൃത്തികൊള്ളൂ. എന്ത് എവിഡൻസ്? തെളിവുണ്ടായിട്ടാണോ നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്? തെളിവൊന്നും വേണ്ടെങ്കിൽ ചില മാന്യന്മാരെടുത്ത് അകത്തോട്ടിടും. പിന്നെ തെളിയാത്തത് പലതും തെളിയും. എന്താ ACP ഇത്? ഇവിടെ 5-6 മാസമല്ലേ ഉള്ളൂ. അതങ്ങ് ചുമ്മാ സെലിബ്രേറ്റ് ചെയ്യേ. സാർ, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ സംസ്കാരം മാന്യതം. സാർ, நான் மெட்ராஸ்ல பிறந்து வந்தேன் சார். இதோட பெரிய ரோடிலாம் நான் பார்த்தேன் சார். ஐம் கோயிங் டு செலிப்ரேட். டீச்சரை கொண்டுவேன், ஆன்டிக்கிற பேர்ல குழந்தைகளை வெளிநாடு அனுப்பணும்லாம் இன்னும் 6 மாசத்துல என்கவுண்டர்ல போட்டு தள்ளிட்டு அதுக்கப்புறம் செலிப்ரேட் பண்ணுவோம் சார். அது வரைக்கும் இந்த தேவையா பசங்க பேச வேண்டிய அவசியம் இல்லை சார். யார் ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ടോണി, ഇയാളൊരു IPS ഓഫീസറാ. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. ഇനി ഞാൻ പറയും, താൻ അനുസരിക്കും. അസി, ഇനി നമ്മളിലൊരാൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ പെണ്ണുങ്ങളോടൊന്ന് സമാധാനം പറയും. ടോണി കളിക്കും. നമ്മൾ ഓരോരുത്തരായി തീരുന്നതുവരെ അവൻ ആളെ ഇറക്കി കളിക്കും.
ടോണിയെ വിളിക്ക. എല്ലാം അവസാനിപ്പിക്കാൻ എന്ത് തരണമെന്ന് ചോദിക്കും. സാഹിബ് കച്ചവടക്കാരനാ. ജീവിക്കാൻ വേണ്ടി ഞാൻ അവന് കാശ് കൊടുക്കുന്ന പോലെ കാശ് കൊടുക്കാം. കാശ് മേടിച്ചിട്ട് അവൻ പണി തന്നല്ലോ. നിങ്ങ എന്തിനാ ഇപ്പൊ ഇങ്ങാട്ട് വന്നത്? ടോണി ആകെ പ്രാന്തി പിടിച്ചിരിക്കണേ. നമ്മ നിങ്ങളെ കണ്ടെന്നെങ്ങാനും അറിഞ്ഞ. അസി, അമ്മ മരിച്ചിട്ട് 2 ആഴ്ച കൂടി ആയില്ല. ഞാൻ എൻ്റെ അനിയന്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഈ പ്രശ്നം ഇവിടെ വെച്ച് എങ്ങനെയല്ല അവസാനിപ്പിക്കണം. ഒരു കോംപ്രമൈസിന് ടോണിയായിട്ടൊന്ന് സംസാരിക്കണം. ടോണി സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. അവൻ പണ്ടാര കലിപ്പില്ല. ടോണിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക, എന്തും കൊടുക്കാം. അതിന് തന്റെ എന്തുണ്ടായിട്ട് ഐഡി? 20 ലക്ഷം രൂപ കൊടുക്കാം. അമ്മയുടെ ഇൻഷുറൻസ് നോമിനി ഞാനാ. അത് കാണിച്ചാ എനിക്ക് ഏത് ബാങ്കിൽ നിന്നും കാശ് മറിക്കാൻ പറ്റും. അത് മുഴുവൻ കൊടുക്കാം. അസി, നമ്മുടെ വീട്, കടലിനടുത്തുള്ള ഗോഡൌൺ, ഇനി 20 ലക്ഷം. ഇത്രയാണ് ടോണിയുടെ ഡിമാൻഡ്. ടോണി വൈകിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? മുനമ്പത്തിനടുത്ത് കടൽ കയറിയ അവരുടെ ആ ഐലൻഡ് ഇല്ലേ, അവിടെ. അത് കഴിഞ്ഞിട്ട് ടോണിക്ക് മേയറുമായിട്ടൊന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സെലീനയും പിള്ളേരും ഇപ്പൊ എവിടെ ഉണ്ട്? നിങ്ങളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നോ എവിടേക്ക് പോകുന്നോ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എനിക്കും ഈ കുട്ടികൾക്കും എഡ്ഡി മാത്രമേ ഉള്ളൂ. നിനക്കും നിന്റെ കുട്ടികൾക്കും എന്നും എഡിയുണ്ടാവും. ശരി. അതാകുറങ്ങൾ, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാണ്. ഹലോ സാറേ, അസിയ. എന്താ സി? ടോണിയായിട്ടുള്ള മീറ്റിംഗ് കുറച്ച് വൈകൂന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആ ACPയുടെ കേസിൽ ക്രൈംബ്രാഞ്ചിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാ ടോണി പറഞ്ഞത്. ആ ബിലാലും പിള്ളേരും കറങ്ങുന്നുണ്ട്. സാർ ഒന്ന് കരുതിയിരുന്നോ? ടോണി ഇപ്പൊ എവിടെ ഉണ്ട്? ടോണിനെ സാർ തപ്പണ്ട. ടോണി സാറിനെ വിളിക്കും. വണ്ടിയെടുത്ത് സാറേ, അതെ അയാളില്ലേ ആ ബിലാൽ, അയാൾക്ക് പ്രാന്താ. അയാളെ മേറെ കൊല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതെ സാറേ, ആ മുരുകൻ പാവ. അയാൾ അവനെ അതിൽ കൊണ്ടുവന്ന് ചാടിക്കും.
വണ്ടി എടുക്കണോ? നിങ്ങൾ ഇറങ്ങിക്കോ. നിന്നെ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൂടെ പ്ലാസ്റ്റിക് കവർ അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ നീ അങ്ങ് പോയാനെ. നിന്നെ കൊന്ന് രക്തസാക്ഷിയാക്കിയിട്ട് എനിക്കങ്ങനെ ജയിലിൽ പോകാൻ ഉദ്ദേശമില്ല. എന്റെ കൈകൊണ്ട് ചത്തിട്ട് നിന്റെ പ്രതിമ കൊച്ചിയിൽ ഉണ്ടാക്കണ്ട. ബിലാലെ, നീ ആരെ ഭീഷണിപ്പെടുത്തുന്നെന്ന് ഓർമ്മ വേണം. ഞാൻ ഈ സിറ്റി മേയറാ. നീ നിന്റെ സകല സൗഭാഗ്യങ്ങളും ഇന്ന് രാജിവെക്കാൻ പോവുക. ഇത്രയും നാൾ നിന്റെ പണവും അധികാരവും ഉപയോഗിച്ച് നീ ജയിച്ചു. പക്ഷെ ഒരിടത്ത് പിഴച്ചു. മേരി ടീച്ചറുടെ ജീവൻ എടുത്ത നിമിഷം. പിന്നെ പാവം തമിഴൻ ACP. ഈ 2 കൊലപാതകങ്ങളിലും നിനക്കുള്ള ഇൻവോൾവ്മെന്റ് പോലീസിന് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. നിന്നെപ്പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുത്തം വന്ന് വലിച്ചാ ഞാനങ്ങ് കീറുമെന്ന് വിചാരിച്ചോ? ഞാൻ ഈ നഗരത്തിന്റെ പിതാവാ. നിന്നെപ്പോലെ ഓടേന്നല്ല എന്റെ വരവ്. എന്റെ മൊഴിയേക്കാൾ വലുത് തൽക്കാലം ഇവിടെ ഒന്നുമില്ല. ദേ കണ്ടില്ലേ, നിനക്കുള്ള വണ്ടിയാ. കൊച്ചിയുടെ നഗരപിതാവിനെ വധിക്കാൻ ശ്രമിച്ചതിന് അവര് നിന്നെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇതുകൂടി നീ അറിഞ്ഞോ? നിന്റെ തള്ളെ അനിയനെയും ആ പാണ്ടി ACPയും തീർത്തത് ഞാൻ തന്നെയാ. ടോണിയെപ്പോലൊരു ക്രിമിനലിനെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനൊന്നുമല്ല, നിന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാ. മേറെ ഇങ്ങനെ വേണം കാര്യങ്ങൾ. എത്ര സത്യസന്ധമായിട്ടാ പറഞ്ഞത്. പിന്നെ ആ വന്ന പോലീസില്ലേ, അതെന്നെ കൊണ്ടുപോകാൻ വന്നതല്ല, ഞാൻ പറഞ്ഞിട്ട് വന്നത്. ഇത് കണ്ടോ ക്യാമറ? വടക്കേന്ത്യയിലെ TV പിള്ളേര് മന്ത്രിമാരെയൊക്കെ ചുറ്റിക്കുന്ന കളിയിൽ അതാ ഇടപാട്. ഭയങ്കര പരിപാടിയാ. പക്ഷേ നിനക്കൊക്കെ ഇത് മതി. ഇതിപ്പം പുറത്തിറങ്ങിയിട്ട് ചുമ്മാ ആകാശത്തോട്ടങ്ങ് വിടും ലൈവായിട്ട്. അതോടെ നീ ഇത്രനാളും കെട്ടിപ്പോക്കിയ ഇമേജ് ഇല്ലേ, അത് കഴിഞ്ഞ് നാട്ടുകാർ ഈ തടിയിൽ കുമ്മിയടിക്കും, അല്ലേ പോലീസ്? രക്ഷയില്ലല്ലോ മേറെ. സാക്ഷാൽ ശബരിമല ശാസ്താവ് പോലും കൈവിടുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി ഉള്ള സമയത്ത് എന്ത് വേണമെന്ന് സ്വയം ആലോചിക്കും. നല്ല ബുദ്ധി തോന്നി എന്തെങ്കിലും ചെയ്യും.